ചെറുപ്പക്കാരാ, നന്നാകണോ? ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെല്ലടാ ചെറുപ്പക്കാരാ. ഈ നാട് വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരെ കാണാം. ഈ നാട് വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുപാട് സുന്ദരിമാര് എടോ അതാ ഓരോ ഖബറിന്റെ മുകളിലും ഒരു ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാമല്ലോ. ആരും വളമിടാറില്ല, ആരും വെള്ളമൊഴിക്കാറില്ല. എന്നിട്ടും ആ മൈലാഞ്ചി ചെടി നെഞ്ച് വിരിച്ച് നിൽക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ആ മൈലാഞ്ചി ചെടി നിന്നോട് പറഞ്ഞു തരും, എന്റെ താഴെ കിടക്കുന്നവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെഞ്ച് വിരിച്ച് നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരുമടോ. അതുകൊണ്ട് നന്നാകണോ ചെറുപ്പക്കാരാ. സുനിൽ ഖുബൂർ ഖബർ സിയാറത്ത് ചെയ്ത പള്ളിപ്പറമ്പിൽ പോയാ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ നീ അവിടെ പോകണ്ട, നീ അവിടെ പോകാറില്ലല്ലോ, നിന്നെ കൊണ്ടുപോകാറല്ലേ ഉള്ളൂ. നിനക്ക് നന്നാകണോ? നിന്റെ സീരിയൽ പ്രേമം മാറണോ? നിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ? ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാൽ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാ മരണ വീട്ടിൽ പോകണേ. മയ്യത്ത് കാണാനല്ല. എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? എവിടെയാണ് ജനാസ കുളിപ്പിക്കുന്നത്? ആ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞ അവിടെയൊന്ന് കേറു പെങ്ങള്. ഈ നാട് വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുത്തിയുടെ കിടപ്പ് കാണാ. തലമറയ്ക്കാൻ മടിയുള്ള ആണുങ്ങളുടെ മുമ്പിലൂടെ സുഖിച്ച് നടന്നിരുന്ന, ആസ്വദിച്ച് നടന്നിരുന്ന ഒരുത്തിയുടെ കിടപ്പ് നിനക്ക് കാണാ. ആ രംഗം കണ്ട നിന്റെ ജീവിതത്തിൽ മാറ്റം വരും പെങ്ങള്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, കുടിച്ചിട്ട ഖബർ കാണിച്ചു കൊടുത്തിട്ട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബ, നമ്മൾക്കും വരും സ്വഹാബ, നമ്മൾക്കും വരും സഹോദരാ. പെങ്ങളെ നിനക്കും ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, എന്തായാലും നമ്മളെല്ലാവരും മരിക്കുമടോ. നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും ഒരു കാര്യത്തിൽ വല്ലാത്ത വിശ്വാസമാണ്. എന്താണ് വിശ്വാസം എന്നറിയോ? ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം നമ്മളെല്ലാം പോകുമെന്ന്, നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും മരിക്കും. മരണത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മരണമുണ്ടെന്ന് പറഞ്ഞതാരാ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയും. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കൂലേ? മരിക്കുമോ ഇല്ലേ? വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. മരിക്കൂന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എടാ ചങ്ങാതി, നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസ്റായിൽ പൊക്കും. നീ ആലേക്കാ പൊക്കണോ വേണ്ടേന്ന്? എടോ, കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിൽ അസ്റായിൽ നിന്നെ കൊണ്ടുപോകും. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ദുആ ചെയ്താൽ സ്വീകരിക്കണം. ഒരു കാര്യം ചെയ്തിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ തള്ളപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ദുആ അല്ലാഹു തള്ളപ്പെടില്ല. ഏത് ദുആ? ഏത് ദുആ? ബിസ്മി പറഞ്ഞുകൊണ്ട് ആരാണോ ദുആ ചെയ്യുന്നത് അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം? ഒന്ന് അവരെ പറഞ്ഞിട്ടുണ്ടോ? തിന്നുമ്പോ പറയണില്ലല്ലോ, പിന്നല്ലേ ദുആ ചെയ്യുമ്പോ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാറുണ്ടോ? എന്ത് ബിസ്മി? കൈ കഴുകണില്ലല്ലോ ഉസ്താദേ, പിന്നല്ലേ. ആരാടാ ബിസ്മി? മട്ടൻ ബിരിയാണി എടുത്ത് വെണ്ടി വെച്ചിരിക്കുമ്പോ എന്ത് ബിസ്മി? നടന്ന് തിന്നുന്നവൻ, യാചിച്ച് തിന്നുന്നവൻ. നമ്മളൊക്കെ ദുആ ചെയ്യും, അല്ലാഹുവേ മരിക്കണ കാലം വരെ ആരുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരത്തില്ലെന്ന്. ദുആ ചെയ്യൂലേ? ദുആ ചെയ്യൂലേ? എന്നിട്ട് എന്തിനാ കല്യാണ വീട്ടിൽ പോയിട്ട് യാചിക്കണേ?
ഇപ്പൊ പുതിയ മോഡൽ കണ്ടിട്ടില്ലേ? കല്യാണ വീട്ടിൽ പോകും, എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ തെണ്ടുവാ, ഇങ്ങനെ. കല്യാണ വീട്ടിൽ പോയിട്ട് ഇവിടെ ഉണ്ടോ സിസ്റ്റം, എങ്ങനെ പോയിട്ട് തെണ്ടുവാ, ഇങ്ങനെ ഇങ്ങനെ തെണ്ടി തിന്ന. അള്ളാഹു കാക്കമാറാകട്ടെ. അതിന് പോകുന്നവനെ മടല് വെട്ടിയിട്ട് തല്ലണ്ടേ? ഞാൻ പോകാറില്ല അങ്ങനെയുള്ള കല്യാണത്തിന്. എനിക്ക് ഭക്ഷണം മുന്നിൽ കൊണ്ട് വെക്കണം. ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങനെ ഇരക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇബ്ലീസ് ഇങ്ങനെ നിൽക്കുന്ന വീട്ടില്, ഇബ്ലീസ് വീട്ടിൽ ഇങ്ങനെ നിൽക്കും, ഇബ്ലീസിന്റെ മക്കളും നിൽക്കും. അപ്പൊ ഇങ്ങനെ ബിസ്മി പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇബ്ലീസ് പറയും, മക്കളെ വാ, ഇന്ന് ആഹാരം ഉണ്ട്, എല്ലാവരും കൂടി പോയിരുന്ന് തിന്നോ. പടച്ചവന് നിന്റെ പെണ്ണുമ്പിള്ളയുടെ മക്കളുടെ ഇടയിൽ ശൈത്താനും മക്കളും കയറി ഇരുന്ന് തിന്ന. പിന്നെ എങ്ങനെ? അൽ ജിൻസ് യമീരുൽ ജിൻസ്, ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നല്ലേ. ശൈത്താൻ ഇടയിൽ കയറി ഇരുന്ന് തിന്നുമ്പോ ആ ശൈത്താന്റെ സ്വഭാവം നമുക്കുണ്ടാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്ന ബിസ്മി പറഞ്ഞ് തിന്നാൻ തുടങ്ങിയാലോ ഇബ്ലീസ് പറയും, ഇന്ന് പട്ടിണിയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യ്. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അതുകൊണ്ടാ പറഞ്ഞത്. ഈ അടുത്തൊരു ഉമ്മ പറയുന്നു, ഉസ്താദ്, എന്റെ മക്കൾ തമ്മിൽ ശത്രുക്കളെ പോലെ കിടന്നടിക്കുക, കൂടപ്പിറപ്പുകൾ. ഒരു ഉമ്മയുടെ 2 മക്കള്, ജ്യേഷ്ഠനും അനിയനും, ശത്രുവിനെ പോലെ തല്ലുക. അതിന്റെ കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഭവനം ഏതെന്നറിയോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീട്? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന്, ആരുടെ വീട്ടിലിരുന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട്ടിലാണ് അള്ളാഹു ഈ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട്. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈമുക്കിക്കേ. ചുമ്മാതല്ല വീട്ടിൽ ബദർ യുദ്ധം നടക്കുന്നേ. എങ്ങനെ തിന്നാനാ? അതെങ്ങനെ തിന്നാനാ? പണ്ടങ്ങനെ ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഭാര്യ നോക്കി നിൽക്കും, ബറക്കത്തിന് ഇത്തിരി വെക്കും, അതേ പാത്രത്തിൽ കഴിക്കും, ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കഴിക്കും. ഇന്നോ നിങ്ങൾ ആരെങ്കിലും തിന്നിട്ട് നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്തു നോക്കും, ഓളത് തിന്നൂല. എന്തിനു? മക്കൾക്ക് കൊടുക്ക്. എടാ, പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചെറിയ ചട്ടിക്കകത്ത് ചോറും കറിയും എല്ലാം കൂടെ വാരി ഇട്ടിട്ട് ഈ സിമെന്റ് കുഴക്കണ പോലെ ഒരു കുഴയാ, കുഴച്ചിട്ട് ഇങ്ങനെ വാരി തരുമ്പോ ഓടിച്ചെന്ന് ആർത്തിയോടെ തിന്നും. ഞാൻ തിന്നിട്ടുണ്ട്, നിങ്ങളും തിന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു 5-6 വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ച് കുഴച്ചിട്ട് വേണമെന്ന് വെക്കുമ്പോൾ അവൻ പറയും, ഉമ്മ തിന്നോളാൻ, അവൻ തിന്നൂല. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് കഴിക്കുക, ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യുക. ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായി ചെയ്യേണ്ട കാര്യമെന്താ? അല്ലാഹ് പറയുകയാണ്, അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. അല്ലാഹ് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്തായാലും നമ്മളെല്ലാവരും മരിക്കുമടോ, ഒരു സംശയമില്ല. അതെവിടെ വെച്ചാണെന്നറിയില്ല. അത് പറയുമ്പോഴാണോ, വഅദ് കേൾക്കുമ്പോഴാണോ, പോകുന്ന വഴിയിലാണോ, നടറോഡിൽ കിടന്നാണോ, വാഹനത്തിനകത്ത് കിടന്നാണോ, പടച്ചവനെ പള്ളിക്കകത്ത് കിടന്നാണോ, നിസ്കാരപ്പായിലിരുന്നിട്ടാണോ, അല്ലാഹുവേ ഐസിയുവിനകത്താണോ, വെന്റിലേറ്ററിലാണോ, എവിടെയാണോ, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്.
മൗത്ത്. അതുകൊണ്ട് എന്തായാലും ഞാനും നിങ്ങളും മരിക്കുമടോ. എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചിട്ട് കാര്യമില്ല. മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയോ? ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ല പറയുകയാ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പെങ്ങളെ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. ചെറുപ്പക്കാരാ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറഞ്ഞിട്ട് വേണം മരിക്കേണ്ടത്. ഇത് പറഞ്ഞിട്ട് വേണം മരിക്കേണ്ടത്. ഇത് പറയാതെ മരിക്കല്ലേ, ഇത് പറയാതെ മരിക്കല്ലേ. അല്ല പറയുകയാ, നീ മരിക്കുകയാണെങ്കിൽ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. അല്ല പറയാ, നീ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം നീ മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എൻ്റെ പൊന്നാര സിറാജ്, ഇത് പറയാനാണോ നീ 40 മിനിറ്റ് എടുത്തത്? ഈ ഒരു കാര്യം പറയാനാണോ നീ ഇത്ര നേരം എടുത്തത്? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പറയുമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ അറിയാത്ത മുതുകുടിയാൻ അറിയത്തില്ലേത്? ആരോട് ചോദിച്ചാലും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നവരെ നമ്മള്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വിചാരമുണ്ട്, നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കൂ, നമുക്കിതറിയാം. എന്നാ പിന്നെ നീ എന്തിനാ നിന്റെ ഉമ്മ മരിക്കാൻ കിടന്നപ്പോൾ അടുത്തു പോയിരുന്ന തിരിയും കത്തിച്ച് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു കൊടുത്തേ? ഉമ്മാൻ അറിയാഞ്ഞിട്ടാ? വാപ്പ, നിന്റെ ഉപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നീ അടുത്തു പോയിരുന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തല്ലോ. എന്തിനാ? വാപ്പയ്ക്ക് അറിയാഞ്ഞിട്ടാ? ഉപ്പാൻ അറിയാഞ്ഞിട്ടാണോ? അല്ല. അതിനകത്ത് നിന്ന് നീ മനസ്സിലാക്കണം, അത് പറയൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നല്ലോ, നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന കൂടെ അത് പറഞ്ഞു കൊടുക്കണമല്ലോ. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഉസ്താദേ, ഹജ്ജ് ചെയ്തവനാ, ഉംറ ചെയ്തവനാ, പള്ളി കെട്ടിക്കൊടുത്തവനാ, അറിവ് പഠിച്ചവനാ, ഹാഫിള, ആലിമ, ഇമാമ, പ്രഭാഷകനാ. എപ്പോഴും ഞാൻ കയ്യിലെ തസ്ബീഹ് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞുകൊണ്ട് നടക്കുന്നവളാ. അതുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റുമെന്നൊരു ധാരണയുണ്ടോ? പെങ്ങളെ, ഈ ദിക്റിന്റെ മഹത്വം എന്തെന്നറിയോ? ഈ ദിക്റിന്റെ മഹത്വം എന്തെന്നറിയോ? നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, നോമ്പ് പഠിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞത്. എന്നാൽ ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്. ദഖലൽ ജന്ന. നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കുമെന്നാണ്, നമ്മളിത് പറഞ്ഞിട്ടേ മരിക്കുമെന്നാണ്. കാരണം തഴമ്പുണ്ട്, താടിയുണ്ട്, തൊപ്പിയുണ്ട്, ജുബ്ബയുണ്ട്. പടച്ചവനെ നമ്മളിങ്ങനെ കരുതിക്കൊണ്ട് നടക്കുമ്പോ, വാപ്പാ നീ അള്ളാന്റെ ഖുർആൻ ഓതാറില്ലേ? ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ, ഒരുപാട് ദുആയുണ്ടല്ലോ. ഈ ദുൽഖഅദ് മാസത്തിൽ നമ്മൾ മറക്കാൻ കഴിയാത്ത ഒരു പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ, എത്രയോ പേര് ഹജ്ജിന് വേണ്ടി യാത്രയായി. പലരും ഹജ്ജിന് പോകാൻ കാത്തിരിക്കുന്ന മാസമാണല്ലോ. എല്ലാവരും പോകാൻ തയ്യാറാവുകയാണ്. പടച്ചവനെ, ഹജ്ജ് ചെയ്യേണ്ട മാസമാണ്. എവിടെയാ? കഅബാലയത്തിലേക്കല്ലേ കടന്നു പോകുന്നത്. ഈ കഅബാലയം പണിതതാരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയല്ലേ കഅബ പണിത
ചെയ്തത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തന്റെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇവര് രണ്ടുപേരും കഅബാലയത്തിന്റെ പണി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി ചെയ്ത ദുആ എന്തെന്നറിയോ? അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ സ്വീകരിക്കണേ അല്ലാ നാദാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി, ആ ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. ആ ഇബ്രാഹിം നബിയും അല്ലാഹുവിനോട് പറഞ്ഞത്, റബ്ബേ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. തന്റെ രാജസിംഹാസനത്തിലേക്ക് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ള പ്രവാചകനാണ് യൂസുഫ് നബി. ആ യൂസുഫ് നബി ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബി ചെയ്ത ദുആ അല്ലാഹു പറയുകയാ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ്. യൂസുഫ് നബി അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവനെ, പൊട്ടക്കിണറ്റിൽ എന്റെ കൂടപ്പിറപ്പുകൾ വലിച്ചെറിഞ്ഞു, അവിടെ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി. പടച്ചവനെ, അവസാനം എന്നെ നീ അടിമയായി എന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചു, ജയിലറയിൽ നിന്ന് രക്ഷപ്പെടുത്തി, അവസാനം ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി. പടച്ചവനെ, സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു. അല്ലാ, യൂസുഫിന് വേണ്ടത് അധികാരമല്ല, സ്വപ്നവ്യാഖ്യാനമല്ല, സുഖജീവിതമല്ല. യൂസുഫിന്റെ അഭിലാഷം എന്തെന്നറിയോ? തവഫനി മുസ്ലിമാ. യൂസുഫിന് മുസ്ലിമായിട്ട് മരിക്കണം തമ്പുരാന്. എന്റെ അഭിലാഷമാണ് പടച്ചവന്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എനിക്ക് ഈമാനുള്ള ഒരു മരണം വേണമല്ലോ, എനിക്ക് മുസ്ലിമായിട്ട് മരിക്കണമല്ലോ. ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു, യൂസുഫ് നബിക്ക് ഉറപ്പില്ലായിരുന്നു. ഉപ്പമാരെ, മക്കളോട് വാപ്പമാര് ചെയ്ത വസിയ്യത്ത് ഖുർആൻ പറയുകയാ, വവസാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചകന്മാര് തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്യുകയാണ്, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. പെങ്ങളെ, എന്തിനാ കൂടുതൽ പറയുന്നത്? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ മഹദി പറയുകയാണ്, രാത്രിയിൽ കരച്ചിൽ കേൾക്കുകയാണ്, തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാണ്. ആരാണ് കരച്ചിലിന്റെ ശബ്ദം കേട്ടിട്ട് ആയിഷ ബീബി ഞെട്ടി ഉണരുമ്പോ ആരാ കരയുന്നതെന്നറിയുവോ? ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാണ്. മസ്ജിദുൻ നബവിക്കകത്ത് കിടന്ന് കരയുകയാണ്. സുജൂദിൽ കിടന്ന് കരയുന്ന നബി തങ്ങളാണ് കരയുന്നത്. എന്തു പറഞ്ഞിട്ടാണ് കരയുന്നത്? പടച്ചവനെ അടുത്തേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് എന്തെന്നറിയുവോ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ആയിഷ ബീബി ചോദിക്കുന്നു, നബിയേ അങ്ങയ്ക്കും ഉറപ്പില്ലേ?
നബിയേ ആയിഷ നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാണ് ആയിഷ. മനുഷ്യന്റെ ഹൃദയം പട്ടം പോലെയാണ്. കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറന്നു പോകുമല്ലോ. അല്ലാഹുവേ, പടച്ച റബ്ബ് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു കളയുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയെത്രയോ കൊലകൊമ്പന്മാര് നീ ചരിത്രം വായിച്ചു നോക്കാറില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്കൊരുപാട് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തന്നില്ലേ? ബല്ലാഹുവിന് ബാഗൂറ എന്ന് പറയുന്ന ഏറ്റവും അറിയപ്പെട്ടിരുന്ന അല്ലാഹുവേ ആകാശത്ത് നോക്കിയിട്ട് കുട്ടികൾക്ക് പാഠമെടുത്തു കൊടുത്ത മഹാനാണ് ബല്ലാഹുവിന് ബാഗൂറ. എങ്ങനെയാണ് ചത്തുപോയതെന്ന് അള്ളാന്റെ ഖുർആൻ പറയുന്നില്ലേ? നൂഹ് നബിയുടെ ഭാര്യയുടെ ചരിത്രമെടുക്ക്, ലൂത്ത് നബിയുടെ ഭാര്യയുടെ ചരിത്രമെടുക്ക്, പ്രവാചകന്മാരുടെ മക്കളുടെ ചരിത്രമെടുക്ക്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രമെടുക്ക്, ഹാഫിളീങ്ങളായ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്ക് മുത്തഅല്ലിമീങ്ങള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എത്രയെത്രയോ കൊലകൊമ്പന്മാര് പടച്ചവനെ ഈമാനില്ലാതെ മരിച്ചു പോയില്ലേ? എത്രയോ പേര് നിമിഷ നേരം കൊണ്ട് പടച്ചവനെ ആത്മഹത്യ ചെയ്തവരുടെ കഥയറിയുമല്ലോ. പടച്ചവനെ എങ്ങനെയാ ചെയ്തത്, എന്തു പറ്റി ഇവർക്ക്? ഞാനും നിങ്ങളും ചിന്തിച്ചു പോകാറുണ്ടല്ലോ. ഒരു നിമിഷം മതി പെങ്ങള്, ഒരു നിമിഷം മതി പെങ്ങള്. ജീവിതത്തിൽ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ തകർന്നു പോകുന്ന ഒരു സെക്കൻഡ് മതി സഹോദര ജീവിതം അവസാനിപ്പിക്കാൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ദുർമരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു. കാരണം എല്ലാവർക്കും പേടിയാണ്, ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയമുണ്ടായിരുന്നു. എന്നാ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോ 25% ഈ സമുദായത്തിൽ ആത്മഹത്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ.